คุณเอาอะไรครับดูใต้ช็อกโกแลตชาเขียวถั่วแดงครับ ഇതാണ് ദായ്ഫുക്കു. ജാപ്പനീസിലെ ഫേമസ് ആയിട്ടുള്ള ഡെസേർട്ടാണ് ദായ്ഫുക്കു. ദായ്ഫുക്കു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. മോച്ചി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ദായ്ഫുക്കു അഥവാ മോച്ചി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ജപ്പാനിലെ 2 യങ്സ്റ്റേഴ്സ് നിന്നിട്ട് നെല്ല് കുത്തണത് പോലെ ഒരു മൈദമാവ് ഇങ്ങനെ അടിച്ചടിച്ച് കുഴച്ചെടുക്കണ ഒരു രൂപം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതാണ് മോച്ചി. മണിക്കൂറോളം പണിയെടുത്ത് ആണ് ഈ മോച്ചിയുടെ മാവ് ഇങ്ങനെ ആക്കി എടുക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഘട്ടത്തിലുള്ള പ്രിപ്പറേഷൻ മാത്രമാണ്. ഇതിനു മുന്നേ ഈ മാവ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത ദായ്ഫുക്കു ചോക്ലേറ്റിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഐറ്റംസും തൊട്ടടുത്തിരിക്കുന്ന സ്കെയിലിൽ മെഷർമെൻറ്റ് ചെയ്താണ് ഈ മച്ചാൻ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. ദായ്ഫുക്കുവിൻ്റെ ഷോപ്പുകൾ തായ്ലാൻഡിലെ പല ഷോപ്പിംഗ് മാളുകളിലും ഫുഡ് കോർട്ടുകളിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രൊഫഷണലായിട്ടുള്ളൊരു മെയിൻ സ്പോട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ വന്നതിന് ശേഷം വന്ന ആളുകളോട് സ്റ്റോക്ക് തീർന്നു എന്ന് പറയുന്നതും ഞാൻ കേട്ടു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആള് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല സിഗ്നേച്ചർ ബോർഡിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ചെയ്യുന്ന വർക്കിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരോടും സംസാരിക്കുന്നത് വളരെ ഗൗരവത്തോടെയായിരുന്നു. ദായ്ഫുക്കുവിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാറുള്ളത് സ്ട്രോബെറിയാണ്. ഏകദേശം 5 മിനിറ്റുകൾ എടുത്തു പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവാനായിട്ട്. ഒരു നൈസ് ഗ്ലാസ് ബൗൾ പോലത്തെ പാക്കിങ്ങിൽ എനിക്ക് ദായ്ഫുക്കു കയ്യിലേക്ക് തന്നു. കാണാൻ വളരെ ഭംഗിയുള്ളൊരു പാക്കിംഗ് ആയിരുന്നു. ക്യാമറയിലൂടെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്നറിയില്ല. മാഷ്മെല്ലോയിൽ ടച്ച് ചെയ്തൊരു ഫീലായിരുന്നു ദായ്ഫുക്കു കയ്യിലെടുത്തപ്പോൾ. പലതവണ പല ഷോപ്പുകളിൽ നിന്നും പല കൺട്രീസിൽ നിന്നും ദായ്ഫുക്കു ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലായിരുന്നു. നാണക്കേടുണ്ടാകുന്ന പലഹാരം എന്നറിയപ്പെടുന്ന പപ്സിനെ പോലെയാണ് ദായ്ഫുക്കു. പല്ലിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. തായ്ലാൻഡിൽ വരുമ്പോൾ ദായ്ഫുക്കു ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ വണക്കം.